ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ അർച്ചന റൂമിൽ തനിച്ചിരുന്ന് ആകെ ടെൻഷൻ അടിക്കുന്നത് കണ്ട് അവിടേക്ക് എത്തിയ സച്ചി അർച്ചനയോട് ചോദിച്ചു, അല്ല എന്താടോ, തനിക്ക് എന്താ പറ്റിയത്? താനാകെ ടെൻഷനിലാണല്ലോ. അത് കേട്ട ഉടനെ അർച്ചന പറഞ്ഞു, അതെ ടെൻഷനിലാണ് എന്ന് പറഞ്ഞപ്പോ സച്ചി ചോദിച്ചു, എന്താടോ കാര്യം, എന്താ പറ്റിയത്? അപ്പോഴാണ് സച്ചിയോട് അർച്ചന അക്കാര്യം വെളിപ്പെടുത്തുന്നത്. അതെ, ഈ വീടിനെ കുറിച്ച് ആലോചിച്ച് തന്നെയാണ് ഞാൻ ടെൻഷനിലായിരിക്കുന്നത്, ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങൾ എന്ന് പറഞ്ഞതും സച്ചി ചോദിച്ചു, എന്താടോ ഇപ്പൊ പ്രത്യേകിച്ച് സംഭവിച്ചത്? അപ്പോഴാണ് അർച്ചന സച്ചിയോട് പറഞ്ഞത്, അതെ ഈ വീട്ടിൽ പുതിയതായിട്ടൊരു സംഭവം ഉണ്ടായല്ലോ. ആ കമ്പനിയിലെ വൈസ് പ്രസിഡന്റ് ആയ ധനുഷ് എന്ന് പറയുന്ന ആളിനെ ഈ വീട്ടിൽ കയറി താമസിക്കാനായി അവസരം കൊടുത്തില്ലേ? ആ ഒരു തീരുമാനത്തെ കുറിച്ച്, അതിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് ഞാൻ നന്ദേട്ടനോട് പറഞ്ഞിട്ടും നന്ദേട്ടൻ അതൊന്നും കേൾക്കാനോ അത് മനസ്സിലാക്കാനോ നന്ദേട്ടൻ തയ്യാറാകുന്നില്ല എന്ന് ആശങ്കയോടെ അർച്ചന പറയുമ്പോ സച്ചി ചോദിച്ചു, എടോ അതിനിപ്പോ എന്താടോ പ്രശ്നം? ധനുഷ് എന്ന് പറയുന്ന അയാള് അത്ര പ്രശ്നക്കാരനല്ല എന്ന് പറഞ്ഞപ്പോ അർച്ചന പറഞ്ഞു, ഇത് തന്നെയാണ് സച്ചിയേട്ടനെയും കുഴപ്പം. ഇതുപോലെ തന്നെയാണ് നന്ദേട്ടനും പറയുന്നത്, അയാൾ ഒരു കുഴപ്പക്കാരനല്ല എന്ന് തന്നെ. അപ്പോഴാണ് സച്ചി പറഞ്ഞത്, എടോ ഇത്രയും ദിവസമായി അയാൾ കമ്പനിയിൽ വന്നിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ അയാളോടൊപ്പമാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഇതുവരെ അയാളുടെ ഭാഗത്തുനിന്ന് ഒരു കുഴപ്പമുള്ള പെരുമാറ്റവും ആരുടെയും നേരെ ഉണ്ടായിട്ടില്ല എന്ന് സച്ചി അർച്ചനയോട് പറഞ്ഞു. അത് കേട്ട അർച്ചന പറഞ്ഞു, കണ്ടോ, ഞാൻ പറയുന്നത് ഇപ്പൊ ഇവിടെ ആർക്കും അത് വിശ്വസിക്കാനോ അതിന്റെ കാര്യം എന്താണെന്ന് മനസ്സിലാക്കാനോ ആരും തയ്യാറാകുന്നില്ല എന്ന് അർച്ചന പറഞ്ഞപ്പോ സച്ചി പറഞ്ഞു, ശരി ഞാൻ സമ്മതിച്ചു, താൻ പറയുന്നതൊക്കെ കാര്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഞാൻ പറഞ്ഞതുപോലെ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ, പക്ഷെ അത് തന്റെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണോ, അല്ലാതെ മറ്റുള്ളവർക്കാർക്കും അങ്ങനെ ഒരു കുഴപ്പം തോന്നിയിട്ടില്ല എന്ന് സച്ചി അർച്ചനയോട് പറയുമ്പോ അർച്ചന പറഞ്ഞു, സച്ചിയേട്ടാ അതൊന്നുമല്ല ഞാൻ പറഞ്ഞു വന്നത്, അയാളുടെ പെരുമാറ്റവും കഴിവും അതൊക്കെ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഓഫീസിൽ അത്രയും സ്റ്റാഫുകളുണ്ട്, പെൺകുട്ടികളുണ്ട് എന്ന് ശരി തന്നെയാണ്. അവരുടെ മുന്നിൽ നിങ്ങൾ ഉള്ളപ്പോഴൊക്കെ വളരെ മര്യാദയോടെയും വളരെ നല്ല രീതിയിലും തന്നെ അയാൾ പെരുമാറിയിട്ടുണ്ടാകാം. പക്ഷെ ഒരു കാര്യം സച്ചിയേട്ടൻ മനസ്സിലാക്കണം, ഈ വീട്ടിൽ രണ്ട് പെൺകുട്ടികളുണ്ട്. അയാള് സച്ചിയേട്ടനെ പോലെ അവിടെ ഇപ്പോഴുള്ള സച്ചിയേട്ടനും നന്ദേട്ടനെയും സന്ദീപിന്റെയൊക്കെ ആ കണ്ണ് വെട്ടിച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കൺമുന്നിലായിരിക്കും അയാൾ നല്ലവനായി പെരുമാറുന്നത്. നിങ്ങളുടെ കണ്ണ് മറയുന്ന സമയത്ത് അയാൾ അയാളുടെ യഥാർത്ഥ രൂപം പുറത്തെടുക്കും. ഞാനത് കണ്ടതാണ്. ഇവിടെ നമുക്ക് രണ്ട് പെൺകുട്ടികളുണ്ട്, അനഘയും സ്നേഹയും. അവരെ കുറിച്ച് ഓർത്തിട്ടാണ് എന്റെ ആദി എന്ന് പറഞ്ഞപ്പോ സച്ചി പറഞ്ഞു, അതെ അനഘയുടെ കാര്യം, അനഘയുടെ മുന്നിലുള്ള അങ്ങനെ എന്തെങ്കിലും ചുറ്റിക്കളി അയാൾ നടത്തുന്നുണ്ടെങ്കിൽ അതൊന്നും അവളുടെ മുന്നിൽ വിലപ്പോവില്ല. ആ കാര്യം ഓർത്ത് ടെൻഷൻ ആവണ്ട എന്ന് സച്ചി പറഞ്ഞപ്പോ അർച്ചന പറഞ്ഞു, അനഘയുടെ കാര്യം ഓർത്തിട്ടല്ല സച്ചിയേട്ടാ എന്റെ ആശങ്ക, നമ്മുടെ സ്നേഹയെ കുറിച്ച് ഓർത്തിട്ടാണ് എനിക്ക് പേടി. സച്ചിയേട്ടാ അവൾ കൊച്ചുകുട്ടിയാണ്, സച്ചിയേട്ടൻ അത് മനസ്സിലാക്കണം. അത് മാത്രമല്ല, അയാൾ ഇവിടെ വന്നപ്പോ മുതൽ ഞാൻ അയാളെ ശ്രദ്ധിക്കുന്നുണ്ട്. അന്ന് സീമന്ത ചടങ്ങിൽ അയാൾ വന്ന ദിവസം മുതൽ അയാളുടെ പെരുമാറ്റം ഞാൻ ശ്രദ്ധിക്കുന്നതാണ്. അയാൾ പെൺകുട്ടികളുടെ ഇടയിലുള്ള അയാളുടെ കൊഞ്ചിക്കുഴഞ്ഞുള്ള സംസാരവും അയാളുടെ രീതികളും ഒന്നും എനിക്ക് അത്രയ്ക്ക് പിടിച്ചിട്ടില്ല സച്ചിയേട്ടാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് മാത്രമല്ല, അതുപോലെയുള്ള സാഹചര്യത്തിൽ ഞാനിപ്പോ 2-3 തവണ സ്നേഹയും അയാളെയും കാണാനും ഇടയായി. അതാണ് സച്ചിയേട്ടാ ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മുടെ കുട്ടി അവൾ പാവമാണ്. അവൾക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അറിയാവല്ലോ, ഞാൻ ഇങ്ങനെ പറയുന്നത് എന്റെ ധാരണ കൊണ്ടല്ല, കൃത്യമായ ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് സച്ചിയേട്ടാ ഞാൻ ഈ പറയുന്നത്. പിന്നീട് ഞാൻ ഈ പറഞ്ഞതിന്റെ സത്യാവസ്ഥ പിന്നീട് എന്തെങ്കിലും ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായി കഴിയുമ്പോൾ അന്ന് നിങ്ങൾ എല്ലാവരും എന്റെ ഈ സംശയത്തെയും എന്റെ ഈ ധാരണകളെയും ശരിവെച്ചെന്നിരിക്കും. പക്ഷെ അന്ന് നമുക്ക് നമ്മുടെ സ്നേഹയെ നഷ്ടപ്പെട്ടെന്നിരിക്കും. അവളുടെ ജീവിതം പിന്നെ നമുക്ക് ആർക്കും തിരിച്ചു പിടിക്കാൻ കഴിയാത്തത്ര ആഴങ്ങളിലേക്കും അതുപോലെയുള്ള തകർച്ചയിലേക്കും അവൾ എത്തിയെന്ന് വരും. നമ്മുടെ കുഞ്ഞിനെ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകണം സച്ചേട്ടാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സ്നേഹയുടെ ജീവിതം വെച്ചൊരു വെറുതെ ഒരു ഈ രീതിയിൽ ഒരു പരീക്ഷണത്തിന് നമ്മൾ മുതിരണോ സച്ചിയേട്ടാ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വന്നത്. അവൾ കൊച്ചുകുട്ടിയാണ്, അവൾക്ക് ഇതിനെക്കുറിച്ചൊന്നും പക്വതയും പാകതയും ഒന്നും ആയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ സച്ചിയേട്ടൻ ഇക്കാര്യത്തെ കുറിച്ചൊന്ന് ആലോചിക്കണം. പിന്നെ ഇപ്പൊ ഇത്രയും ഞാൻ പറഞ്ഞത് എന്റെ ബോധ്യമാണ്. ഇനി ഞാൻ എന്റെ ഒരു സംശയം ഞാൻ പറയാം. ധനുഷ് എന്ന് പറയുന്ന ആ വ്യക്തി ഇവിടേക്ക് വെറുതെ വന്നതല്ല, ഒരു സുപ്രഭാതത്തിൽ വെറുതെ ഈ നാട്ടിലേക്ക് എത്തിയതല്ല. അയാളെ ആരോ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത് തന്നെയാണ്. ഒരു പക്ഷേ ഈ നാട്ടിലുള്ള ആരെങ്കിലും, അതല്ല എങ്കിൽ ഈ വീട്ടിലുള്ള ആരെങ്കിലും ഒരാൾ, അങ്ങനെ എന്റെ മനസ്സ് പറയുന്നു സച്ചിയേട്ടാ. അതാണ് സത്യം എന്ന് അർച്ചന സച്ചിയെ ഓർമ്മിപ്പിച്ചു. സച്ചിയേട്ടാ ഒരു കാര്യം കൂടി സച്ചിയേട്ടൻ ഓർത്തോണം, അയാൾ ഇവിടെ വന്നപ്പോ മുതൽ എനിക്ക് ചില സംശയങ്ങൾ തോന്നിയിട്ടുണ്ട് സച്ചേട്ടാ. അവന്തികേട്ടത്തിയും അയാൾക്കും തമ്മിൽ ഇതിനു മുൻപേ മുൻപരിചയമുണ്ടോ എന്നും എനിക്ക് സംശയമുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, സച്ചേട്ടന് ഓർമ്മയുണ്ടോ നമ്മുടെ കമ്പനിയിൽ നിന്ന് നഷ്ടമായ ആ 1 കോടിയുടെ രൂപയെക്കുറിച്ച്? അത് എല്ലാവരും മറന്നു കളയാൻ അച്ഛൻ നമ്മളോട് പറഞ്ഞു.
പക്ഷെ എങ്കിലും നമ്മുടെ എല്ലാം മനസ്സിൽ അത് ഇപ്പോഴും അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ടല്ലോ. ആ 1 കോടിക്ക് ശേഷം ഇപ്പോ അവന്തികേട്ടത്തിക്ക് ഓഫീസിലേക്ക് പോകാൻ കഴിയില്ല. അതിന് പകരം അവന്തികേട്ടത്തി ഓഫീസിൽ പോകാത്ത ഈ സമയത്ത് പെട്ടെന്നൊരു അപ്പോയിന്റ്മെന്റ്, അതും ഈ ഒരു സ്ഥാനത്തേക്ക്, വൈസ് പ്രസിഡന്റ് എന്നുള്ള ആ ഒരു സ്ഥാനത്തേക്ക് തന്നെ മറ്റൊരാൾ എത്തിച്ചേർന്നിരിക്കുന്നു. അതിനുശേഷം അയാൾ കമ്പനിയിലുള്ള എല്ലാവരെയും കയ്യിലെടുത്തു. കമ്പനിയിലുള്ള നമ്മുടെ കുടുംബത്തുള്ളവരെയെല്ലാം അയാൾ കയ്യിലെടുക്കുകയും അവരുടെ എല്ലാം വിശ്വാസം നേടിയെടുക്കുകയും ചെയ്തു കഴിഞ്ഞു. അതിനുശേഷം അയാൾ നമ്മുടെ കുടുംബത്തും വന്ന് താമസവും ഉറപ്പിച്ചിരിക്കുന്നു. ഇതിനൊക്കെ പിന്നിൽ എന്തോ ഒരു ദുരുദ്ദേശമുണ്ട് എന്ന് ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ എന്റെ മനസ്സ് പറയുന്നു ശശിയേട്ടാ. അത് മാത്രമല്ല, ശശിയേട്ടൻ ഒരു കാര്യം കൂടി ഓർമ്മിക്കണം. ഈ കുടുംബത്തിന്റെ ആണിക്കല്, ഈ കുടുംബത്തിന്റെ അടിത്തറ ഇളകി തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. നമ്മൾ അറിയാതെ നമ്മളുടെ എല്ലാം സർവസ്വവും നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കാൻ പോകുന്നു, നമുക്ക് നഷ്ടമാകാൻ തുടങ്ങുന്നു. അതാണ് എന്റെ മനസ്സ് പറയുന്നത്. ഈ നെല്ലിശ്ശേരി കുടുംബത്തിന്റെ അസ്ഥിവാരം തോണ്ടാനായി വന്നതുപോലെയാണ് എന്റെ മനസ്സ് പറയുന്നത്. നമ്മൾ ഈ വീട്ടിൽ ഇപ്പോൾ കയറ്റി പാലൂട്ടാൻ ഒരുങ്ങുന്നത് സർപ്പത്തെയാണ് എന്ന് എന്റെ മനസ്സ് പറയുന്നത് സത്യമായി മാറാൻ പോവുകയാണ് ശശിയേട്ടാ. സത്യത്തിൽ നമ്മുടെ എല്ലാവരെയും വരിഞ്ഞു മുറുക്കി നമ്മുടെ തലയ്ക്ക് കൊത്താൻ പാകതയുള്ള അത്രയും വിഷമയമായിട്ടുള്ള, അത്രത്തോളം വിഷം ചീറ്റുന്ന ഒരു സർപ്പം, ഒരു കാളസർപ്പമാണ് അയാൾ എന്നെന്റെ മനസ്സ് പറയുന്നു. നമ്മൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് അർച്ചന ആ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോ അർച്ചനയുടെ വാക്കുകൾ വീണ്ടും വീണ്ടും സച്ചിയുടെ മനസ്സിലേക്ക് കടന്നു വന്നു. അർച്ചന പറഞ്ഞതിൽ കാര്യമുണ്ടായി എന്ന് സച്ചിക്ക് പെട്ടെന്നൊരു ധാരണ തോന്നുകയാണ്. അവന്തികയെ ചുറ്റിപ്പറ്റിയുള്ള അർച്ചനയുടെ സംശയം, അതോടൊപ്പം സജിയുടെ മനസ്സിലേക്ക് വേഗം ഓടിയെത്തിയത് സന്ധ്യ ഡോക്ടർ പറഞ്ഞ ആ വെളിപ്പെടുത്തൽ കൂടിയായിരുന്നു. അർച്ചനയ്ക്ക് ഒരു കുഞ്ഞുണ്ടാവുകയില്ല എന്നും അമ്മയാകാനുള്ള കഴിവ് അർച്ചനയ്ക്ക് നഷ്ടമായിരിക്കുന്നു എന്നുള്ള സത്യം ഈ കുടുംബത്ത് മറ്റൊരാൾക്ക് കൂടി അറിയാമായിരുന്നുവെന്ന് സച്ചിയുടെ ഏട്ടത്തിയായ അവന്തികയ്ക്ക്. എന്തുകൊണ്ട് അവന്തിക ആ സത്യം അറിഞ്ഞിട്ട് പോലും ഇങ്ങനെ ഒരു തീരുമാനം, ഇങ്ങനെ ഒരു വിവാഹത്തിന് തയ്യാറായി എന്നതിന് ഉള്ള ഉത്തരം അവന്തിയുടെ കയ്യിൽ മാത്രമാണെന്ന് സന്ധ്യ ഡോക്ടർ പറഞ്ഞതും ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുന്നതോടെ ശശിയുടെ മനസ്സിൽ അവന്തികയെ കുറിച്ച് ചില സംശയങ്ങൾ മുളപൊട്ടുന്നു. അതോടൊപ്പം അർച്ചന പറഞ്ഞ കാര്യത്തിന്റെ സത്യാവസ്ഥ കൂടി കണ്ടെത്തണമെന്നും അർച്ചന പറഞ്ഞത് വെറുതെ അല്ല എന്നും സച്ചിയുടെ മനസ്സ് ആശങ്കപ്പെട്ടു. പിറ്റേന്ന് രാവിലെ നേരം പുലർന്നതും നെല്ലിശ്ശേരിയിലുള്ളവരെല്ലാം എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ ധനുഷ് നെല്ലിശ്ശേരിയിലേക്ക് വന്നെത്തി. ഔട്ട് ഹൗസിൽ നിന്ന് വേഗം നെല്ലിശ്ശേരി വീടിന്റെ വാതിക്കലെത്തി ധനുഷ് ആ വീട്ടിലേക്ക് തന്നെ നോക്കി. ഓ, എന്തിനാ ഇത്രയും വലിയൊരു വീട് എന്ന് ധനുഷ് നോക്കി നിന്ന് അങ്ങനെ അതിശയപ്പെട്ടു. ഓ, എനിക്കും വേണം ഇതുപോലൊരു വീട് എന്ന് ധനുഷ് ആലോചിച്ചു. അല്ലെങ്കിൽ എന്തിനാ വേറെ വീട്, ഇത് തന്നെ ആയാ പോരെ? എങ്ങനെയെങ്കിലും ഏത് വഴിയും ഈ കുടുംബത്തെ ഒരാളായി മാറണം, അങ്ങനെ ഈ കുടുംബം എന്റേതായി മാറ്റണം, ഈ വീട് എനിക്ക് സ്വന്തമാക്കി എടുക്കണം. എന്നിട്ട് ഏതു നേരവും ഇങ്ങനെ സപ്രപഞ്ചത്തിൽ ഇരുന്ന് മൃഷ്ടാന്നം ഭക്ഷണം കഴിച്ച് ഒരു ജോലിയും ചെയ്യാതെ ഒരു സുഖമായ ഒരു ജീവിതം, അങ്ങനെ സുഭിക്ഷമായിട്ടുള്ള ഒരു ജീവിതം എനിക്ക് നയിക്കണം. അതിന് ഈ വീട്ടിൽ കയറി പറ്റുക എന്നത് മാത്രമാണ് പോംവഴി. അതിനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടെത്തി കഴിഞ്ഞു എന്ന് ധനുഷ് ആലോചിച്ചങ്ങനെ നിൽക്കുമ്പോ എന്തായാലും ഈ കുടുംബത്തിൽ ഒരാളാകുക എന്നത് തന്നെയാണ് ഇതിനുള്ള പോംവഴി എന്ന് മനസ്സിലാക്കി അങ്ങനെ ധനുഷ് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ആരോ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടത്. ധനുഷ് വേഗം തന്നെ ആ പില്ലറിന്റെ സൈഡിലേക്ക് മറിഞ്ഞു നിൽക്കുമ്പോ വാതിൽ തുറന്ന് നന്ദൻ പുറത്തേക്ക് ഇറങ്ങി. നന്ദൻ രാവിലെ തന്നെ ജോഗിങ്ങിന് പോകുന്നതിന് വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയ നന്ദൻ എക്സസൈസുകളൊക്കെ ചെയ്ത് പതുക്കെ ജോഗിങ്ങിനായി ഗേറ്റ് തുറന്ന് പുറത്തേക്ക് ഓടിപ്പോകുന്നു. ആ സമയത്ത് ധനുഷും നന്ദനെ പിന്തുടർന്ന് പിന്നാലെ ഓടി. ധനുഷിന് വരുന്നത് അറിയാതെ നന്ദൻ അങ്ങനെ മുന്നോട്ട് റോഡിലേക്ക് വന്നിറങ്ങുമ്പോഴാണ് ഓടി ധനുഷും കൂടെ എത്തിയത്. നന്ദൻ സാർ എന്ന് വിളിച്ചത്. നന്ദൻ പിന്തിരിഞ്ഞു നോക്കി. ആഹാ, ധനുഷിനും ഉണ്ടോ ഈ രാവിലെ ജോഗിങ്ങിന് പോകുന്ന ശീലം എന്ന് ചോദിച്ചപ്പോ, ഓടാൻ ധനുഷിന് ഇഷ്ടമാണോ എന്ന് ചോദിച്ചപ്പോ നന്ദൻ പറഞ്ഞു, ഓടുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ്, ഓടിക്കുന്നതും. അത് കേട്ട ഉടനെ നന്ദൻ ചോദിച്ചു, ഓടിക്കുന്നതോ, അതെന്താ എന്ന് ചോദിച്ചപ്പോ നന്ദനോട് ധനുഷ് പറഞ്ഞു, അതെ, വേറൊന്നുമല്ല, ഞാൻ നാട്ടിലായിരുന്നപ്പോഴേ ഈ സ്കൂളിലും മറ്റുമൊക്കെ ഇങ്ങനെ ഫിസിക്കൽ ട്രെയിനിങ് ആയിട്ട് പോയിട്ടുണ്ട്, അതാ ഞാൻ പറഞ്ഞത്. അങ്ങനെ കുട്ടികളെ ട്രെയിൻ ചെയ്യാനായി പോയിരുന്നു എന്ന് പറഞ്ഞപ്പോ ധനുഷിനോട് നന്ദൻ ചോദിച്ചു, അതെ ധനുഷ്, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ധനുഷിന് അറിയാൻ പാടില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, എന്തെങ്കിലും ജോലിയുണ്ടോ? അല്ല, ഒരു സകലകലാ വല്ലഭൻ തന്നെയാണല്ലോ ധനുഷ് എന്ന് നന്ദൻ ചോദിച്ചപ്പോ ധനുഷ് പറഞ്ഞു, അതെ സാർ, അങ്ങനെ തന്നെയാണ്. പക്ഷേ ഒരു കാര്യം സാറേ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ഒരു നിമിഷം പോലും വെറുതെ ഇരുന്ന് സമയം കളയരുത്. നമ്മള് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ജോലിയിൽ അങ്ങനെ എൻഗേജ്ഡ് ആയിരിക്കണം.
അതല്ലേ വേണ്ടത്. എന്നിട്ട് പ്രായമായി കഴിയുമ്പോ സുഖമായിട്ടിരുന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാവല്ലോ. ഈ ആരോഗ്യമുള്ള സമയത്ത് കൂടുതൽ വർക്ക് ചെയ്താൽ പിന്നീട് ജീവിതകാലം മുഴുവൻ ഈ പ്രായമായ വാർദ്ധക്യകാലത്ത് നമുക്ക് സുഖമായി ജീവിക്കാം. അത് തന്നെയാണ് എന്റെ പോളിസി സർ എന്ന് പറയുമ്പോ നന്ദൻ ചോദിച്ചു, ധനുഷ് എനിക്ക് മറ്റൊരു കാര്യം കൂടി ധനുഷിനോട് ചോദിക്കാനുണ്ട്. അല്ല, താൻ എപ്പോഴും വലിയ ഹാപ്പി ആണല്ലോ, എപ്പോഴും ചിരിച്ച മുഖം മാത്രമേ തന്നെ കാണാറുള്ളൂ. അല്ല, എന്താ കാര്യം? തന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലടോ എന്ന് ചോദിച്ചപ്പോ ധനുഷ് പറഞ്ഞു, സർ എന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാവരെയും പോലെ തന്നെയാണ്. ആരുടെ ജീവിതത്തിലാണ് സർ പ്രശ്നങ്ങളില്ലാത്തത്? പക്ഷെ പ്രശ്നങ്ങളെ കുറിച്ച് ആലോചിച്ച് നമ്മൾ ആശങ്കപ്പെടാൻ പാടില്ല സർ. പ്രശ്നങ്ങളുമായിട്ട് നമ്മൾ അങ്ങനെ മുന്നോട്ട് പോകാനും തുടരരുത്. കാരണം നമ്മൾ അതിനെയൊക്കെ നേരിടണം. അതാണ് വേണ്ടത്. ഒരിക്കലും പ്രശ്നം നമ്മളെ അല്ല അലട്ടേണ്ടത്, നമ്മൾ പ്രശ്നത്തെ എങ്ങനെ പരിഹരിക്കുമെന്നാണ് എന്ന് നോക്കേണ്ടത് എന്ന് പറയുമ്പോൾ ധനുഷിനോട് നന്ദൻ പറഞ്ഞു, കൊള്ളാം, തന്റെ ഈ പോളിസി എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോഴേക്കും നന്ദനോട് ധനുഷ് പറഞ്ഞു, അതെ സർ, എനിക്ക് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. ഞാനേ ഒരു മോട്ടിവേറ്റർ കൂടിയാണ്. പലപ്പോഴും ഇതുപോലെ മോട്ടിവേഷൻ ക്ലാസ്സിനൊക്കെ പോകാറുണ്ട് സർ എന്ന് അറിയിച്ചു. അത് കൊള്ളാമല്ലോ. എന്തായാലും തന്നെ പോലെയുള്ള ഒരാള് ഞങ്ങൾക്ക് കിട്ടിയത് വലിയ ഭാഗ്യം തന്നെയാണോ എന്ന് പറഞ്ഞ് നന്ദൻ വളരെ സന്തോഷത്തോടെ ധനുഷിന്റെ കൂടെ ജോഗിങ്ങിന് പോയി. അങ്ങനെ തിരിച്ച് നെല്ലിശ്ശേരിയിലേക്ക് എത്തുമ്പോ ധനുഷ് നന്ദനും കൂടി അകത്തേക്ക് വരുമ്പോ അവിടെ സെറ്റിലിരുന്ന് സ്നേഹ മൊബൈലിലെ റീൽസ് ഒക്കെ കണ്ടിരുന്നു. വേഗം നന്ദൻ അരികിൽ എത്തി ചോദിച്ചു, ഓ രാവിലെ തന്നെ റീൽസ് കാണുകയായിരിക്കും അല്ലേ എന്ന് ചോദിച്ചപ്പം സ്നേഹ വേഗം ചാടി എഴുന്നേറ്റു. അപ്പോഴേക്കും നന്ദൻ പറഞ്ഞു, അതെ, നിന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ എന്റെ കൂടെ ജോഗിങ്ങിനൊക്കെ വരാനായിട്ട് എന്ന് പറഞ്ഞപ്പോ സ്നേഹ പറഞ്ഞു, എന്റെ ഏട്ടാ, ഞാൻ പിന്നെ എന്ത് ചെയ്യാനാണ്, ഈ റീൽസ് ഒക്കെ കാണുകയല്ലാതെ. ഞാനിനി ജോഗിങ്ങിനൂടെ വന്നിട്ട് വേണം എന്റെ ഈ ഒരു ഉള്ള ഇതൂടെ ഇല്ലാതാകാനായിട്ട്. എന്തെങ്കിലുമൊക്കെ കഴിച്ച് എങ്ങനെയെങ്കിലും ഒക്കെ കുറച്ച് തടി വെപ്പിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ നന്ദൻ പറഞ്ഞു, അതെ എന്റെ പൊന്നു, ഞാനൊന്നും പറയുന്നില്ല, നിന്നോട് സംസാരിച്ച് ജയിക്കാൻ പറ്റില്ലല്ലോ മോളെ എന്ന് പറഞ്ഞ് അങ്ങനെ നന്ദൻ നിന്നപ്പോ നന്ദനോട് വേഗം സ്നേഹ പറഞ്ഞു, അങ്ങനെ വഴിക്കുവാ. അപ്പോഴേക്കും നന്ദൻ സ്നേഹയോട് ചോദിച്ചു, അതെ, എന്നാ പറ്റുവാണെങ്കിലേ മോളൊരു കാര്യം ചെയ്താ ഈ ധനുഷിന് ഒരു ഗ്ലാസ് ചായ ഇട്ട് കൊടുക്ക, അങ്ങനെയെങ്കിലും നിന്റെ കഴിവൊന്ന് തെളിയിക്ക് എന്ന് പറഞ്ഞപ്പോ സ്നേഹ ചോദിച്ചു, ഏട്ടനെന്താ ഈ പറയുന്നത്? എന്റെ കഴിവ് അങ്ങനെയെങ്കിലും തെളിയിക്കാനോ? അതെന്താ, എനിക്കൊന്നും ഒരു കഴിവും ഇല്ലെന്നാണ് ഏട്ടൻ പറയുന്നത് എന്ന് ചോദിച്ചപ്പോ നന്ദൻ പറഞ്ഞു, ഓ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഈ ഈ ഒരു പാചകത്തിൽ മറ്റെല്ലാത്തിലുമുള്ള കഴിവ് പോലെ പാചകത്തിലുമുള്ള എന്റെ പൊന്നുമോളുടെ കഴിവ്, ആ വൈദഗ്ധ്യം, അതൊന്നും ഞാൻ അറിയിച്ചു കൊടുക്ക എന്നാ ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞത്. ശരി ശരി എന്ന് പറഞ്ഞ് സ്നേഹ ചായ ഇടാനായി കിച്ചണിലേക്ക് പോകുമ്പോ നന്ദൻ ധനുഷിനോട് പറഞ്ഞു, ധനുഷ് ഇവിടെ ഇരിക്കെ, ഞാൻ എന്താ ഇപ്പൊ വരാം എന്ന് പറഞ്ഞ് വേഗം പുറത്തേക്ക് ഇറങ്ങി. ഈ സമയത്ത് സന്ദീപും ആതിരയും കൂടി താഴേക്ക് ഇറങ്ങി വരുന്നു. ആതിരയുമായിട്ട് സന്ദീപ് ഷോപ്പിങ്ങിന് പോകാനായി റെഡിയായി താഴേക്ക് വരുന്നത് കണ്ട് ധനുഷ് സന്ദീപിനോട് ചോദിച്ചു, സന്ദീപ് എങ്ങോട്ടാ എന്ന് അന്വേഷിച്ചു. അപ്പോഴേക്കും സന്ദീപ് പറഞ്ഞു, അതെ, ഞങ്ങള് ഒന്ന് ഷോപ്പിങ്ങിന് പോവാ, ആതിരയ്ക്ക് കുറച്ചൊക്കെ ഷോപ്പിംഗ് ഉണ്ട്, അതിനുവേണ്ടി പോകുന്നതാ എന്നറിയിച്ചു. അത് കേട്ട ഉടനെ തന്നെ ആതിരയ്ക്ക് ഷോപ്പിങ്ങിനായി പോവുകയാണെന്ന് കേട്ടതും ധനുഷ് പറഞ്ഞു, അതെ, അപ്പോ ഇന്ന് സന്ദീപ് ഓഫീസിലേക്ക് ഇല്ലല്ലേ? അപ്പോ രാവിലെ സൈറ്റിലൊക്കെ ആരാ പോകുന്നത്? ഇന്ന് വർക്ക് സൈറ്റിൽ പോകേണ്ടതല്ലായിരുന്നോ എന്ന് ചോദിച്ചു. ധനുഷ് ചോദിച്ച ചോദ്യത്തിന് മറുപടി ഒന്നും പറയാതെ സന്ദീപ് അങ്ങനെ നിൽക്കുമ്പോ ധനുഷ് പറഞ്ഞു, അല്ല സന്ദീപേ, ഇങ്ങനെയൊന്നും മറ്റുള്ളവരുടെ പിന്നാലെ ഇങ്ങനെ നടന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യണ്ടേ സന്ദീപേ? ഇങ്ങനെ മറ്റുള്ളവരുടെ പിന്നാലെ നടന്ന് ഒരു സെൽഫ് കോൺഫിഡൻസ് ഇല്ലാതെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ പാലത്ത് നടന്നിട്ട് വല്ല കാര്യമുണ്ടോ? അതെ, ഒരു കാര്യം ഞാൻ പറയുന്നതുകൊണ്ട് സന്ദീപിനൊന്നും തോന്നരുത്. ഈ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്ത് ഒരു സ്വന്തമായിട്ട് ഒന്ന് സ്വന്തം കാലം നിൽക്കാൻ ശ്രമിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. അല്ലെങ്കിലും സന്ദീപിനോട് ഇക്കാര്യം ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഒരു സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്തവർക്ക് ഇത് പറഞ്ഞിട്ടും കാര്യമില്ല. പിന്നെ ഞാൻ വേണമെങ്കിൽ ബിസിനസ് ഒക്കെ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് ഞാൻ പഠിപ്പിച്ചു തരാം. പിന്നെ ഒരു കാര്യമുണ്ട്, എന്റെ കൂടെ നിൽക്കുമ്പോഴേ, ബിസിനസ് ഒക്കെ പഠിക്കാൻ നിൽക്കുമ്പോഴേ ഇതുപോലെ ഭാര്യയ്ക്ക് സാധനങ്ങൾ മേടിക്കാനൊക്കെ പോകാനൊന്നും ഞാൻ സമ്മതിക്കത്തില്ല കേട്ടോ എന്നൊക്കെ സന്ദീപിനെ ഉപദേശിക്കുന്നു ധനുഷ്. ഇതെല്ലാം കേട്ട് സന്ദീപ് ഒട്ടും ഇഷ്ടപ്പെടാതെ ഇങ്ങനെ ആതിരെ നോക്കുമ്പോ ധനുഷ് പറഞ്ഞു, അതെ, സ്വന്തമായിട്ട് ബിസിനസ് ഒക്കെ ചെയ്യാനായിട്ടുള്ള ഒരു മൈൻഡും അതിനു വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പൊക്കെ എടുക്കണം. പിന്നെ ഇതിനൊക്കെ ഒരു താല്പര്യം വേണം. പിന്നെ അതിനു വേണ്ടിയുള്ള ഒരു ധൈര്യവും. ഇതൊന്നും സന്ദീപിന് ഇല്ലാത്തത് കൊണ്ട് പിന്നെ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. അല്ലെങ്കിലും ഇങ്ങനെയൊക്കെ അങ്ങ് തട്ടിയും മുട്ടിയും പോയാൽ മതി എന്നുള്ള ഒരു ചിന്താഗതിയിലാണല്ലോ സന്ദീപ് പോകുന്നത് എന്നൊക്കെ ധനുഷ് പറഞ്ഞു. പിന്നെ ഇതുപോലെയൊക്കെ ഉള്ളൊരു വീട്ടിൽ ജനിച്ചു കഴിഞ്ഞാ പിന്നെ പ്രത്യേകിച്ച് നമുക്ക് ജോലിക്കൊന്നും പോകേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. മറ്റുള്ളവരുടെ കൂടെ അങ്ങനെ പോയാ പോരെ എന്നിങ്ങനെ പറയുമ്പോ ഇതൊന്നും ഇഷ്ടപ്പെടാതെ ആദ്യം തലകുനിച്ചങ്ങ് നിൽക്കുമ്പോ സന്ദീപ് പറഞ്ഞു, അതെ ധനുഷേ,
ധനുഷ് ഇപ്പോ പറഞ്ഞു വന്ന എന്താന്ന് എനിക്ക് മനസ്സിലായി. അതെ, ധനുഷ് പറഞ്ഞ പോലെ എനിക്ക് സെൽഫ് കോൺഫിഡൻസ് ഇല്ലെന്ന് ധനുഷിനോട് ആരാ പറഞ്ഞത്? ദേ ഞാനുണ്ടല്ലോ അങ്ങ് ജർമ്മനിയിൽ പോയി ബിസിനസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും എന്താണെന്നും കൃത്യമായി പഠിച്ച് പാസ്സായിട്ട് വന്നയാളാണ് ഞാൻ. അത് മാത്രമല്ല ബിസിനസ്സും ഞാൻ തനിച്ച് ചെയ്തിട്ടുമുണ്ട്. അതുകൊണ്ട് എനിക്ക് കോൺഫിഡൻസ് ഇല്ലെന്നും ബിസിനസ് ചെയ്തുള്ള എക്സ്പീരിയൻസ് ഇല്ല എന്നൊന്നും ധനുഷ് ചിന്തിക്കണ്ട. പിന്നെ ധനുഷിനേക്കായാലും ഈ ധനുഷ് നേടിയ ഈ റാങ്കിനേക്കായാലും മേലെയാണ് ഞാൻ നേടിയിട്ടുള്ള ഡിഗ്രിയും എന്റെ റാങ്കും. മനസ്സിലായോ? പിന്നെ ധനുഷ് പറഞ്ഞതുപോലെ ധനുഷ് എന്നെ ബിസിനസ് എന്തൊക്കെയാണെന്ന് പഠിപ്പിച്ചു തരാന്നൊക്കെ പറഞ്ഞല്ലോ. അതെ, എന്തൊക്കെയാണ് വേണ്ടതെന്ന് ധനുഷ് നേടിയെടുത്ത ഈ റാങ്കിനേക്കാൾ ഒരു പടി മേലെ ആയിരിക്കും ഞാൻ നേടിയെടുത്ത എന്റെ ഡിഗ്രിയുടെ റാങ്കുകൾ വരുന്നത്. അപ്പോ എന്താ ബിസിനസ് എന്നുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരാം. പിന്നെ ധനുഷേ, ഒരു കാര്യം കൂടി. ഇന്ന് ഇവിടെ ഞാൻ വർക്ക് സൈറ്റിൽ പോകുന്ന കാര്യമൊക്കെ പറഞ്ഞില്ലേ, അതെന്തുകൊണ്ടാണെന്ന് അറിയാവോ? ഞാൻ വർക്ക് സൈറ്റിൽ ചെയ്യുന്ന എല്ലാം നോക്കുന്നത് എനിക്ക് ധനുഷ് ഉൾപ്പെടെയുള്ള ഒരു വർക്കേഴ്സിനെയും വിശ്വാസമില്ലാത്തത് കൊണ്ട് തന്നെയാണ്. അവിടെ വെറുതെ നിൽക്കുകയാണോ, നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് കൃത്യമായി മനസ്സിലാക്കാനാണ് ഞാൻ അവിടേക്ക് വരുന്നത്. പിന്നെ എനിക്ക് സ്വന്തമായിട്ട് ജോലി ചെയ്യാന് അല്ലെങ്കിൽ ബിസിനസ് നടത്താനായിട്ട് താല്പര്യമില്ല എന്ന് പറയുന്നത് അത് വേറൊന്നും കൊണ്ടല്ല. ഇവിടെ അച്ഛന്റെയും നന്ദേട്ടന്റെയും ശശിയേട്ടന്റെയും ഒപ്പം ഞാനും അവരുടെ കൂടെ കൂടി ജോലി ചെയ്യുന്നു. അല്ലാതെ സ്വന്തമായ ഒരു ബിസിനസ് ഇട്ട് ഒഴിഞ്ഞു മാറാൻ അല്ലെങ്കിൽ എല്ലാവരിൽ നിന്നും അകന്നു മാറി നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അതാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തതിന് കാരണം. മനസ്സിലായോ? ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും സംശയമുണ്ടോ ധനുഷിനോ? ഉണ്ടെങ്കിൽ ചോദിച്ചോ എന്ന് സന്ധ്യ പറയുമ്പോ ധനുഷ് ആകെ നാണം കെട്ടിങ്ങനെ തല കുനിച്ചിരുന്നു. ഉടനെ തന്നെ ആതിര ധനുഷിനോട് ചോദിച്ചു, അല്ല ധനുഷ് എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇപ്പോ സന്ദീപ് എല്ലാത്തിനുമുള്ള മറുപടി, സംശയത്തിനുള്ള മറുപടിയൊക്കെ ധനുഷിന് തന്നു കഴിഞ്ഞല്ലോ അല്ലെ? പിന്നെ ധനുഷ് ഈ വീട്ടിൽ നന്ദേട്ടൻ ധനുഷ് തന്നിരിക്കുന്ന സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അത് ഇവിടെയുള്ള എല്ലാവരുടെയും നേരെ ഈ വീട്ടുകാര്യങ്ങൾക്കും വീട്ടുകാര്യങ്ങളുടെ ഇടയിലുമൊന്നും അത് താൻ സ്വാതന്ത്ര്യം കൈകടത്തേണ്ട കാര്യമില്ല. മനസ്സിലായോ? ഇവിടെയുള്ള വീട്ടുകാരെ ഭരിക്കാനോ അവരെടുക്കുന്ന തീരുമാനങ്ങളെ ചോദ്യം ചെയ്യാനൊന്നും ധനുഷ് വരണ്ട. ധനുഷിന്റെ ജോലി അങ്ങ് ചെയ്താൽ മതി. കമ്പനിയിലുള്ള ധനുഷിന്റെ ജോലി അത് അതേപടി അങ്ങനെ ചെയ്തു പോവാ. അത്രേ ഉള്ളൂ ധനുഷ് ചെയ്യേണ്ടത്. മനസ്സിലായോ എന്ന് ചോദിച്ചപ്പം സന്ദീപ് ധനുഷിന് ആദരവ് കൊടുക്കുന്ന മറുപടി കേട്ട് ഒന്നും മിണ്ടാതെ അങ്ങനെ തല കുനിച്ചെന്നു. പിന്നെ നന്ദേട്ടൻ നൽകിയ സ്വാതന്ത്ര്യം ഇവിടെ ഉള്ള ആളുകൾക്കിടയിലെ അവരുടെ ജീവിതത്തിൽ കയറി ധനുഷ് കൈ കടത്തണ്ട കേട്ടോ എന്ന് പറഞ്ഞപ്പം മനസ്സിലായോ എന്നിങ്ങനെ ചോദിച്ചപ്പം അത് പിന്നെ ഞാൻ സന്ദീപിനോട് എന്നിങ്ങനെ ധനുഷ് സംസാരിക്കാൻ തുടങ്ങിയതും ആതിര പറഞ്ഞു, ഒരു മിനിറ്റ്, അല്ല ഇപ്പൊ എന്താ പറഞ്ഞത്? ഈ കമ്പനി MD പേരാണോ ധനുഷ് വിളിക്കാറുള്ളത്? അല്ല, ഞാൻ ഇതുവരെ എല്ലാ കമ്പനിയിലും അങ്ങനെയാണെന്ന് ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ നന്ദേട്ടനെയും ശശിയേട്ടനെയും ഒക്കെ ധനുഷ് പേരെടുത്താണോ വിളിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ലല്ലോ. അപ്പോ ഇവിടുത്തെ MD-മാരിൽ ഒരാളായ സന്ദീപിനെയും പേരല്ല വിളിക്കേണ്ടത്. ഇനി മുതൽ സാർ എന്ന് വിളിച്ചാൽ മതി. മനസ്സിലായോ ധനുഷെ എന്ന് ആതിര ചോദിച്ചതും മനസ്സിലായി എന്ന് ആകെ ചമ്മലോടെ തല കുനിച്ചങ്ങനെ ധനുഷ് വന്നു. അപ്പോഴേക്കും ആതിര പറഞ്ഞു, അതെ, ഇത്രയും നേരം ഞങ്ങൾ ഈ പറഞ്ഞതൊക്കെ ധനുഷ് സ്വയം ചോദിച്ചു വാങ്ങിച്ച കാര്യങ്ങളൊക്കെയാ. ഇത്രയുമൊക്കെ ധനുഷ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതല്ലേ. അതുകൊണ്ട് എന്തായാലും ധനുഷിന് നൽകിയിരിക്കുന്ന ഈ ഒരു ജോലി ഉണ്ടല്ലോ, അതൊന്ന് വൃത്തിയായിട്ട് അങ്ങ് ചെയ്യുക. പിന്നെ MD ധനുഷിനെ ഇവിടെ ഇപ്പോ ഇങ്ങനെ ഒരു ചുമതല നൽകിയിരിക്കുന്നത് എന്തിനാണെന്നറിയാവോ? ഇവിടുത്തെ MD ആണ് ധനുഷിന് ശമ്പളം തരുന്നത്. അതായത് സന്ദീപിന്റെ ശമ്പളക്കാരനാണ് ധനുഷ്. അതുകൊണ്ട് കൃത്യമായി പറയുന്ന ജോലികൾ അതേതായ രീതിയിൽ ചെയ്തു കൊടുക്കുക. അത്രമാത്രം ധനുഷ് നോക്കിയാൽ മതി. മാസാവസാനം ശമ്പളം വാങ്ങിക്കേണ്ടതല്ലേ. അതുകൊണ്ട് വേണ്ട ജോലികൾ കൃത്യമായി അങ്ങ് ചെയ്യുക കേട്ടോ എന്ന് പറഞ്ഞപ്പോ സന്ദീപ് വേഗം ധനുഷിന് അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, പിന്നെ ഇന്ന് വർക്ക് സൈറ്റിൽ ഞാൻ പോകാത്തതിന് പകരം രാവിലെ ആരാ പോകുന്നതെന്നറിയാവോ? എല്ലാം കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന് നോക്കേണ്ടത് എന്ന് പറഞ്ഞതല്ല. അതിശയത്തോടെ ധനുഷ് ചോദിച്ചു, ഞാനോ ഇവിടേക്കുള്ള വരവിന്റെ പിന്നിൽ പറഞ്ഞു? അതെ, ധനുഷ് തന്നെ. ഞാനിന്ന് ഉച്ചയ്ക്ക് എത്തുമ്പോ ഒരു ഫയല് പോലും പെൻഡിംഗ് ആയിട്ടുണ്ടാകാൻ പാടില്ല. എല്ലാം കൃത്യമായി കംപ്ലീറ്റ് ചെയ്തിരിക്കണം. മനസ്സിലായോ എന്ന് പറഞ്ഞ് ധനുഷിന് നേരെ ഒരു വാണിംഗ് എന്നോണം സന്ദീപ് പറയുമ്പോ ശരി മനസ്സിലായി എന്ന് ധനുഷ് മനസ്സിലാക്കുന്നു. അപ്പോഴേക്കും സന്ദീപ് ആതിരയെ വിളിച്ചിട്ട്, വാ ആതിരെ, നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ആതിരയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് ഷോപ്പിങ്ങിനായി ഇറങ്ങി. ഈ സമയത്ത് ധനുഷ് വെറുതെ പോയ വയ്യാവേലി താൻ വിളിച്ചു തലയിൽ കയറ്റിയല്ലോ എന്ന ചിന്താഗതിയിൽ ധനുഷ് അങ്ങനെ വായും പൊളിച്ചവിടെ നിന്നു. അപ്പോഴാണ് കിച്ചണിൽ നമ്മുടെ സ്നേഹ ചായ ഇടാനായി എത്തിയത്. ചായ ഇട്ട് ഗ്ലാസ്സിലേക്ക് ചായ പകർന്നുകൊണ്ട് നിൽക്കുമ്പോഴാണ്
അവിടേക്ക് അർച്ചന വന്നത്. അർച്ചന വന്ന് നോക്കുമ്പോ സ്നേഹയോട് ചോദിച്ചു, ആഹാ നീ ചായ ഇടുകയാണോ? മോളെ നിനക്ക് ചായ വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരായിരുന്നോ, ഞാനിട്ട് തരാമായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോ സ്നേഹ പറഞ്ഞു, അയ്യോ ഏട്ടത്തി ഇത് എനിക്കല്ല, ആ ഇത് ധനുഷിനാണ്. നന്ദേട്ടനും ധനുഷും വന്നു. നന്ദേട്ടൻ പറഞ്ഞു ധനുഷിന് ചായ ഇട്ട് കൊടുക്കാൻ എന്ന് പറഞ്ഞപ്പോ അർച്ചന അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, മോളെ ഞാൻ നേരത്തെ തന്നെ നിന്നോട് പറഞ്ഞു, ഈ വീട്ടിൽ വരുന്നവർക്ക് റൂം കാണിച്ചു കൊടുക്കലും അവരുടെ ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കലും അല്ല നിന്റെ ജോലി. അത് ഞാൻ കഴിഞ്ഞ ദിവസം നിന്നെ വാൺ ചെയ്ത് പറഞ്ഞാണല്ലോ. വീണ്ടും വീണ്ടും എന്തിനാ മോളെ നീ എന്നെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവിടേക്ക് മീരയെടത്തിയും എത്തുന്നു. മീരയെടത്തി അർച്ചന സ്നേഹയെ ഉപദേശിക്കുന്നത് കാതോർത്ത് നിൽക്കുമ്പോ സ്നേഹ പറഞ്ഞു, എടത്തി ഞാനത് നന്ദേട്ടൻ പറഞ്ഞത് കൊണ്ട് ചായ ഇടാൻ വന്നതേ ഉള്ളൂ എടത്തി എന്ന് പറഞ്ഞപ്പോ അർച്ചന പറഞ്ഞു, മോളെ അതെനിക്ക് മനസ്സിലായി. നന്ദേട്ടന്റെ കാഴ്ചപ്പാടിൽ നീ ഇപ്പോഴും ഒരു കൊച്ചുകുട്ടി തന്നെയാണ്. പക്ഷെ മോളെ ഒരു കാര്യം നീ മനസ്സിലാക്കണം, നന്ദേട്ടൻ മനസ്സിലൊന്നും വിചാരിച്ചല്ല മോളെ ഈ കാര്യം ഏൽപ്പിച്ചത്. അതുപോലെ തന്നെ അതേ രീതിയിൽ തന്നെ വേണം മോളും പെരുമാറാൻ. പക്ഷെ നീ ഇവിടെ ചായ ഇടുന്നത് കണ്ടപ്പോ നിന്റെ ഈ പെരുമാറ്റവും നിന്റെ ഇപ്പോഴത്തെ ഈ രീതികളും കണ്ടപ്പോ നീ അതേ രീതിയിലല്ല ചെയ്യുന്നത് എന്നെനിക്ക് മനസ്സിലായി. നന്ദേട്ടൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ചിന്താഗതിയിലല്ല മോൾ ഇവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ മോളെ നിന്നോട് ഇക്കാര്യങ്ങൾ പറയുന്നത് എന്ന് പറഞ്ഞപ്പോ അവിടേക്ക് മീരയെടുത്ത് എത്തിയിട്ട് പറഞ്ഞു, മോളെ നിന്റെ ഈ പ്രായമെന്ന് പറയുന്നത് അത് വളരെ സൂക്ഷിക്കേണ്ടതാണ്. നമ്മുടെ മനസ്സ് അത് പല രീതിയിലും പല സ്ഥലത്തേക്കും ചായഞ്ഞു പോയേക്കും. പക്ഷെ നമുക്ക് നമ്മളെ നഷ്ടപ്പെടാനും ഈ ഒരു പ്രായം വളരെ നമുക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും നമുക്ക് നമ്മളെ നഷ്ടപ്പെടുന്നതിനുമൊക്കെ കാരണമാകുന്ന ഒരു പ്രായമാണ്. അതുകൊണ്ട് തന്നെ പെൺകുട്ടികൾ പ്രത്യേകിച്ച് സൂക്ഷിച്ചില്ല എങ്കിൽ ജീവിതകാലം മുഴുവൻ നമ്മൾ കരയേണ്ടി വരും. അതാണ് ഞങ്ങൾ രണ്ടുപേരും മോളോട് ഇക്കാര്യം പറയുന്നത്. പൊതുവെ പെൺകുട്ടികൾക്ക് ഉപദേശം എന്ന് പറയുന്നത് കേൾക്കുന്നതേ ഇഷ്ടമല്ലാത്ത കാര്യമാണ്. പക്ഷെ ജീവിതാനുഭവങ്ങൾ ഉള്ളവർ പറയുമ്പോൾ അതിന്റെ കാര്യം എന്താണെന്നും അതിന്റെ വസ്തുത എന്താണെന്നും തിരിച്ചറിയാൻ ശ്രമിക്കണം. മോളോടുള്ള സ്നേഹം കൊണ്ടും മോൾക്കൊരു നല്ല ഭാവി ഉണ്ടാകണമെന്ന ആഗ്രഹം കൊണ്ടുമാണ് ഇപ്പോഴും ഞങ്ങൾ ഇക്കാര്യങ്ങൾ പറയുന്നത് എന്ന് സ്നേഹയോട് മീരയെടുത്തിയും ഉപദേശിച്ചു. അപ്പോഴേക്കും അർച്ചന പറഞ്ഞു, മോളെ നിന്റെ ജീവിതത്തെക്കുറിച്ച് വല്ലാത്ത ആശങ്കയുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും. അതുകൊണ്ടാണ് മോളെ നിന്നോട് പറയുന്നത്, നീ പറഞ്ഞതുപോലെ നീ മനസ്സിലൊന്നും ചിന്തിച്ചിട്ടോ ഒന്നും കരുതിയിട്ടോ ഒന്നും ആയിരിക്കില്ല ഓരോന്നും ചെയ്യുന്നത്. പക്ഷെ മറ്റുള്ളവർ ആ രീതിയിൽ കാണില്ല എന്ന് വേണം മോള് തിരിച്ചറിയാൻ. അത് മാത്രമല്ല നമ്മളോട് പല രീതിയിലും പലപ്പോഴും കൂടുതൽ അടുപ്പം കാണിച്ച് പലരും വന്നെത്തും. പക്ഷെ നോ പറയേണ്ട സ്ഥലങ്ങളിൽ നോ പറയാൻ തന്നെ നമ്മൾ തയ്യാറാകണം. അങ്ങനെ നിന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതം കൈവിട്ടു പോകാതെ നമുക്ക് മുറുകെ സുരക്ഷിതമായി പിടിക്കാൻ കഴിയൂ എന്ന് പറയുമ്പോ ഈ സമയത്ത് നന്ദൻ അവിടെ നിന്ന് ധനുഷിനോട് പറഞ്ഞു, ധനുഷ് ഇന്ന് വേണമെങ്കിൽ ധനുഷ് വീട്ടിൽ പോയി അച്ഛനെ അമ്മയൊക്കെ ഒന്ന് കണ്ടിട്ട് വന്നോളൂ എന്ന് പറഞ്ഞത്. ധനുഷ് പറഞ്ഞു, സാരമില്ല സർ, ഇന്ന് പോകുന്നില്ല, ഒരു മാസം കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ എന്ന് ധനുഷ് പറഞ്ഞു. അപ്പോഴേക്കും ധനുഷിന്റെ മുന്നിലേക്ക് ചായ എത്തിക്കഴിഞ്ഞു. ചായ കൊണ്ടുവന്നത് കണ്ട് ആ ട്രേ മാത്രം കണ്ടതോടെ ധനുഷ് വലിയ സന്തോഷത്തോടെ, ആഹാ നന്ദൻ സാറ് പറഞ്ഞപ്പോഴേക്കും സ്നേഹക്കുട്ടി എന്ന് പറഞ്ഞ് വലിയ സ്നേഹപ്രകടനം നടത്താനായി തന്റെ വലയിൽ വീഴ്ത്തുന്നതിന് വേണ്ടി സ്നേഹയെ തന്റെ വലയിൽ വീഴ്ത്തുന്ന രീതിയിലുള്ള സംസാരമൊക്കെയായി ധനുഷ് നേരെ അർച്ചനയെ നോക്കുമ്പോൾ സ്നേഹയാണെന്നുള്ള തെറ്റിദ്ധാരണയിൽ നേരെ മുഖത്തേക്ക് നോക്കിയപ്പോഴാണ് അർച്ചന കലിപ്പോടെ തന്നെ നോക്കുന്നത് ധനുഷ് കണ്ടത്. അർച്ചനയുടെ ആ നോട്ടം കണ്ടതോടെ തന്നെ ദഹിപ്പിക്കുന്ന രീതിയിലുള്ള നോട്ടം കണ്ടപ്പോൾ ധനുഷ് പേടിച്ച് ക്ലാസ് എടുക്കാനായി ഒരുങ്ങിയ ധനുഷ് പെട്ടെന്നെന്തോ എർത്തടിച്ചതുപോലെ കൈ പിൻവലിച്ചു. അപ്പോഴേക്കും അർച്ചന കലിപ്പോടെ ധനുഷെ നോക്കിയിട്ട് ചായ എടുക്ക് ധനുഷേ എന്ന് പറഞ്ഞു. അപ്പോഴാണ് നന്ദേട്ടൻ പറഞ്ഞത്, ചായ എടുക്ക് ധനുഷേ. ഉടനെ തന്നെ ശരിയെന്നുള്ള രീതിയിൽ ധനുഷ് ചായ എടുക്കുമ്പോഴും ആകെ ഭയന്ന് വിറച്ചങ്ങനെ അർച്ചനയുടെ മുന്നിൽ നിന്നു. ഈ സമയത്ത് ചായ എടുത്തുകൊണ്ടിരിക്കുന്ന നേരത്ത് നന്ദനോട് അർച്ചന ചോദിച്ചു, അല്ല നന്ദേട്ടന് ചായ എടുക്കണോ? അപ്പോഴേക്കും നന്ദൻ പറഞ്ഞു, വേണ്ട, എനിക്ക് ചായ എടുക്കണ്ട അർച്ചന. പിന്നെ സച്ചിയോടും സന്ദീപിനോടും പറയണം ഇന്ന് ഞാൻ ഓഫീസിലേക്ക് ഇല്ല എന്ന്. ഞാനും ധനുഷുമില്ല, കാരണം ഞങ്ങൾ തമ്മിൽ കുറച്ച് ഡിസ്കഷൻ ഉണ്ട്. അതിപ്പോ ഞങ്ങൾ രണ്ടുപേരും ഓഫീസിൽ തന്നെ ഇരുന്ന് ഡിസ്കഷൻ ചെയ്യണമെന്നില്ലല്ലോ, ഡിസ്കസ് ചെയ്യേണ്ടത് വീട്ടിലിരുന്നാണെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചെയ്യാമല്ലോ എന്ന് നന്ദൻ പറയുമ്പോ അർച്ചന ദേഷ്യത്തോടെ ധനുഷിനെ നോക്കുന്നു.